Pigeon's Acer Plus എന്ന ഒരു ഇൻഡക്ഷൻ കുക്ക്ടോപ്പിൻ്റെ അൺബോക്സിംഗ് ആണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ കാണുന്ന രീതിയിലുള്ള ബോക്സാണ് വന്നിട്ടുള്ളത്. മുകൾ ഭാഗത്തായിട്ട് MRP കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. MRP 3995 വന്നിട്ടുള്ളത്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 1700 രൂപക്കാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് സ്യൂട്ടബിൾ ഫോർ എന്ന് എഴുതി കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ 1800 വാട്ട് പവർ, സോഫ്റ്റ് പുഷ് ബട്ടൺസ്, എനർജി സേവിങ്സ്, 1 ഇയർ വാറൻറ്റി. 1 ഇയറിൻ്റെ ഓൺ സൈറ്റ് വാറൻറ്റിയാണ് പ്രൊഡക്റ്റിന് വന്നിട്ടുള്ളത്. ഈ കാണുന്ന രീതിയിലുള്ള ബോക്സ് തന്നെയായിരുന്നു വന്നിട്ടുള്ളത്. ഇതിന് മുകളിലായിട്ട് വേറെ ബോക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രൊഡക്റ്റ് ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡെലിവറി ടൈമിൽ ഒരു പ്രാവശ്യം പൊട്ടിച്ച് നോക്കിയതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പാക്കിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത്. മുകൾ ഭാഗത്തായിട്ട് ഒരു യൂസർ മാനുവൽ പ്ലസ് വാറൻറ്റി കാർഡ് വന്നിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇവിടെ ആയിരിക്കും വാറൻറ്റി രജിസ്റ്റർ ചെയ്ത് തരുന്നത്. അതിലൊരു കാർഡ് വന്നിട്ടുണ്ട്. ഇതാണ് പ്രോഡക്റ്റ്. ഫുള്ളി ഗ്ലാസ് ടോപ്പ് ഡിസൈനാണ് വന്നിട്ടുള്ളത്. ടച്ച് കൺട്രോൾസ് വരുന്ന ഡിസൈനാണ്. ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ ABS പ്ലാസ്റ്റിക് എന്ന ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്തായിട്ട് ഇതിൻ്റെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഭാഗത്തായിട്ട് ഇതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഫാൻ വന്നിട്ടുള്ളത്. സൈഡിലായിട്ട് ഇങ്ങനെയൊരു ഡിസൈൻ മാത്രം കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ടാണ് എയർ വെൻറ്റിലേഷനുള്ള ഹോളുകൾ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ മാത്രമാണ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടും എയർ വെൻറ്റിലേഷനുള്ള ഹോളുകൾ വന്നിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒക്കെ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. കേബിൾ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ അവന്മാർ കാണിക്കുന്നത് 1.5 മീറ്റർ കേബിൾ ലെങ്ത്താണ്. പക്ഷേ ഇത് കറക്റ്റ് 1 മീറ്ററാണ് കേബിൾ ലെങ്ത്ത് വരുന്നത്. 1 മീറ്റർ ഓക്കെയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഡയറക്ഷൻസ് ഫോർ യൂസ്, അതായത് 30 മിനിറ്റിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഫാൻ ഓഫ് ആയതിനു ശേഷം മാത്രമേ പവർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ എന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ കൺട്രോൾ പാനൽ ഭാഗത്തേക്ക് ചൂടുള്ള പ്രൊഡക്റ്റുകൾ കൊണ്ടുവരരുത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് ടച്ച് കൺട്രോൾ വരുന്ന പ്രൊഡക്റ്റാണ്. കാരണം ഈ കാണുന്ന പ്രൊഡക്റ്റ് ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന പ്രൊഡക്റ്റായിരുന്നു. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ സ്റ്റിക്കർ പലപ്പോഴായിട്ട് പറഞ്ഞു പോകുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെള്ളം തിളക്കുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിലുള്ള വെള്ളം ഈ ഭാഗത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം തട്ടി ഈ ഭാഗത്തുള്ള സ്റ്റിക്കർ പറഞ്ഞു പോകും. അതുപോലെ തന്നെ ഈ താഴെ കാണുന്ന ബട്ടൺസ് എല്ലാം ഫിസിക്കൽ ബട്ടൺസാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഇങ്ങനെ വന്ന് ഈ ബട്ടൺസ് എല്ലാം ഡാമേജ് ആവുന്ന ഒരു പ്രശ്നവും നമുക്ക് സ്വിച്ച് കൺട്രോൾ വരുന്ന പ്രൊഡക്റ്റുകളിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ടച്ച് കൺട്രോൾ വരുന്ന പ്രൊഡക്റ്റുകളിൽ വരാറില്ല. അതുകൊണ്ടാണ് ഞാൻ ടച്ച് കൺട്രോൾ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓൺ ഓർ ഓഫ് സ്വിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൺ എന്നൊരു ഓപ്ഷൻ വരും. പിന്നീട് ഫംഗ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഒന്നും വെക്കാത്തത് കൊണ്ട് തന്നെ ഇത് എറർ മെസ്സേജ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഓഫ് ആക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം വച്ചതിന് ശേഷം യൂസ് ചെയ്ത് നോക്കാം. ഇവിടെ വോൾട്ടേജ് എത്ര വരുന്നുണ്ട് എന്ന് കാണാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓൺ ചെയ്തു. പിന്നീട് ഫംഗ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. 1000 വോൾട്ടിലാണ് ഇപ്പോൾ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഡിഫോൾട്ടായിട്ട് 1000-ലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടി 1800 വരെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നീട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ കുറക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറക്കാനും സാധിക്കും. ലെവൽ ഓഫ് പവർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇതിന് നമുക്ക് വന്നിട്ടുള്ളത്. മുകൾ ഭാഗത്ത് ടച്ച് കൺട്രോൾസ് വരുന്നില്ല. അത് ഫംഗ്ഷൻ ബട്ടൺ യൂസ് ചെയ്ത് വേണം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഗ്ലാസ് പാനലായതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നല്ല ഹീറ്റായിക്കൊണ്ടിരിക്കും ഇതിൻ്റെ ഗ്ലാസ് ടോപ്പ്. തണുത്ത വെള്ളം പോലുള്ള സംഭവങ്ങൾ കോണ്ടാക്റ്റ് വരാതെ നോക്കണം. കാരണം അത്രയും ഹീറ്റായിരിക്കുന്ന സമയങ്ങളിൽ തണുത്ത വെള്ളത്തിൻ്റെ കോണ്ടാക്റ്റ് വന്നാൽ ഇതിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് ടൈമറിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നമുക്കൊരു ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര സമയം കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. ഇത് എല്ലാ പ്രൊഡക്റ്റിലും വരുന്ന സംഭവം തന്നെയാണ്. എടുത്തു പറയാൻ കാരണം ഇത് ആദ്യമായിട്ട് വാങ്ങാൻ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കൊന്ന് യൂസ്ഫുൾ ആവും എന്ന് കരുതി പറയുന്നതാണ്. ഇനി ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഫാന് കുറച്ച് സമയം കറങ്ങും. അത് കറങ്ങി അത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിതിൻ്റെ പവർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് 2.8 കിലോഗ്രാമാണ്. 1 ഇയറിൻ്റെ ഓൺ സൈറ്റ് വാറൻറ്റി വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. 2000-ന് മുകളിൽ ഇത് വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അല്ല എന്ന് പറയേണ്ടി വരും.
ആ രീതിയിലുള്ള ഒരു ക്വാളിറ്റിയാണ് വന്നിട്ടുള്ളത്. ഹൈ ബിൽഡ് ക്വാളിറ്റി എന്നൊന്നും പറയാനില്ല, ഒരു നോർമൽ ബിൽഡ് ക്വാളിറ്റിയാണ് വന്നിട്ടുള്ളത്. അണ്ടർ 2000 നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. 2000 മുകളിലേക്കാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ വേറെയും പ്രോഡക്റ്റുകൾ ഇതിലും നല്ലത് അവൈലബിൾ ആണ്. ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.